ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ പുണ്യദിനങ്ങളിലാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നോമ്പിൽ ഉത്തരോത്തരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ് നോമ്പ്? എന്താണ് നോമ്പിൻ്റെ ഹൃദയം അല്ലെങ്കിൽ ഹൃദയഭാഗം എന്ന് പറയുന്നത്? നമ്മൾ മത്സ്യം ഉപേക്ഷിക്കുന്നു, മാംസം ഉപേക്ഷിക്കുന്നു, മുട്ട ഉപേക്ഷിക്കുന്നു, പാൽ ഉപേക്ഷിക്കുന്നു. ഫലമോ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയും. അങ്ങനെ ദുർമേധസ്സൊക്കെ മാറി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും. ശരീരഭാരമൊക്കെ കുറയും. അങ്ങനെ ആരോഗ്യം വീണ്ടെടുക്കലല്ല നോമ്പിൻ്റെ ചൈതന്യമെന്ന് പറയുന്നത്. എന്താണ് നോമ്പിൻ്റെ ചൈതന്യമെന്ന് ഏശയ്യാ പ്രവാചകൻ 59-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 6 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം? വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ യഥാർത്ഥ ഉപവാസം? അപ്പോൾ നിൻ്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിൻ്റെ നീതി നിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ മഹത്വം നിൻ്റെ പിൻപിൽ. അങ്ങനെ നീ സംരക്ഷിതനാവും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ ദൂരെ അകറ്റുക. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിൻ്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. നീ നിൽക്കുന്നത് ചിലപ്പോൾ അന്ധകാരത്തിലായിരിക്കും. ഏത് അന്ധകാരത്തിൽ നീ നിന്നാലും നിന്നിൽ നിന്നൊരു പ്രകാശം പുറപ്പെടും. നീ ഒരു പ്രകാശ ഗോപുരമാകും. അപ്പം നിന്നിൽ നിന്നുള്ള പ്രകാശം അനേകരുടെ അന്ധകാരത്തെ അകറ്റുന്നതിന് കാരണമാകും. അങ്ങനെ ഒരു പ്രകാശ ഗോപുരമാകുന്ന തരത്തിൽ നമുക്ക് ഉപവസിക്കാം. ആമേൻ.